ശ്രീ എൻ ഷംസുദ്ദീൻ, അങ്ങേക്ക് 8 മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. വനം വകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വന്യജീവി ആക്രമണം ഏറെ രൂക്ഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആനയും പുലിയും കടുവയും കാട്ടുപോത്തും മുതൽ പന്നിയും കുരങ്ങും വരെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസം സർ. വന്യജീവികൾ കഴിയേണ്ടത് കാട്ടിലാണ്. അവ കാടിറങ്ങാതെ നോക്കേണ്ടത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ സർ വലിയ പരാജയമാണ് നമ്മുടെ വനം വകുപ്പിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അബദ്ധത്തിൽ ആരെങ്കിലും ഒരാൾ കാട്ടിൽ കയറിയാൽ നിങ്ങൾ അവർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. അത് ചെയ്യേണ്ടതാണ്, നിയമം പാലിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വന്യജീവികൾ കാടിറങ്ങിയുണ്ടാക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും വനം വകുപ്പ് തന്നെയാണ് ഉത്തരവാദിത്വം. അവരത് കൃത്യമായിട്ട് നോക്കണം. ഇന്ന് നിസ്സംഗമായിട്ട് നോക്കി നിൽക്കുകയാണ്. 8 കൊല്ലത്തിനുള്ളിൽ സർ 900 പേരാണ് ആന കുത്തിയും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളിലും ഇവിടെ കൊല്ലപ്പെട്ടത്. അവരാരും കാട്ടുപോയവരല്ല, വീട്ടിൽ താമസിക്കുന്നവർ. വീട്ടിൽ കയറിയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പിന്നാലെ കയറി ആന കുത്തിയത്. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിലുണ്ടായത്. പാലക്കാട്ടെ ഒരു മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടു. വന്യജീവി ആക്രമണം പകർത്താൻ വേണ്ടി പോയതാണ്. മുമ്പ് ഇടുക്കിയിൽ മനോരമയുടെ ലേഖകൻ വിക്ടർ ജോർജിൻ്റെ മരണമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പത്രധർമ്മത്തിൻ്റെ പേരിൽ രക്തസാക്ഷിയായ ആളാണ് AV മുകേഷ്. സർ, എൻ്റെ മണ്ഡലത്തിലും വന്യജീവി ആക്രമണം വളരെ രൂക്ഷമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആനയുടെ കാലിൽ കമ്പി കയറി പരിക്ക് പറ്റി ആന അവിടെ കിടന്ന് തിരിയാണ്, പുറത്തേക്ക് അങ്ങോട്ടും പോകുന്നില്ല. വനം വകുപ്പ് മയക്കുവെടി വെച്ചു, കമ്പി എടുത്ത് മരുന്ന് വെച്ച് കെട്ടി. പക്ഷെ നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ആനയെ പുറത്തെവിടെയും കൊണ്ടുപോയി വിടണമെന്ന്, മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന്. വനം വകുപ്പ് കൂട്ടാക്കിയില്ല, അവിടെ തന്നെ വിട്ടു. ആന ഇപ്പോഴും ആ പരിസരത്തുണ്ട്. 3-4 ആളുകൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ സാർ, ആ ജനങ്ങളുടെ പ്രതിഷേധം കാണണം. കഴിഞ്ഞ ജൂൺ 12-നാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ തന്നെ കണ്ടമംഗലത്ത് രാവിലെ 8:30 മണിക്ക് പൊതു റോട്ടിലൂടെ, കണ്ടമംഗലം മേക്കളപ്പാറ റോട്ടിലൂടെ മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്നു, സ്കൂൾ ബസ്സുകൾ പോകുന്നു. അതിനിടയിൽ 8 ആനകളുടെ ഒരു കൂട്ടം അതിലൂടെ കടന്നുപോയത്. സാർ, ഒരു നടപടിയും ഉണ്ടായില്ല. ഇവിടെ അട്ടപ്പാടിയിൽ ആനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ ഓരോ മാസവും എന്ന പോലെ ഓരോന്ന് പൊലിയുകയാണ്. ഫെൻസിങ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ട്, ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ല. നഷ്ടപരിഹാര തുക ഇപ്പോൾ ഉള്ളത് വളരെ കുറവാണ്, അത് കൂട്ടേണ്ടതുണ്ട് സർ. അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ഒരു RRT പ്രത്യേകമായി, RRT എന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളുടെ ആക്രമണം, വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അറിയിച്ചാൽ വരേണ്ട ടീമാണ്, റാപ്പിഡ് റെസ്പോൺസ് ടീം. അത് അട്ടപ്പാടിക്ക് ഒന്നുകൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അതിന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല സാർ. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വെറ്റിനറി സർവകലാശാലയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എൻ്റെ മണ്ഡലത്തിലെ തിരുവിഴാങ്കുന്നിലാണുള്ളത്. അവിടെ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ, കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഏവിയൻ റിസർച്ച് സ്റ്റേഷനൊക്കെ ഉണ്ട്. 400 ഏക്കർ ഭൂമിയുണ്ട്, നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് സർ. ഈ കോളേജിൽ കുട്ടികൾക്ക് സ്പോർട്ടിൽ തന്നെ ഈ വിവിധ ജോലികൾ ലഭിക്കുന്നുണ്ട്, നല്ല കോഴ്സാണ്. പക്ഷേ ഹോസ്റ്റലിൽ സൗകര്യങ്ങൾ കുറവാണ്. അവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലിനുള്ള പ്രപ്പോസലുണ്ട്, അത് അനുവദിക്കണം. ഒരു ഫാം ടൂറിസത്തിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്, അത് അനുവദിക്കണം. ഇവിടെ ഗ്രീൻഫീൽഡ് ഹൈവേ ഇതുവഴി കടന്നു പോകുന്നതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് 21 കോടി രൂപ നാഷണൽ ഹൈവേ അടച്ചിട്ടുണ്ട്. ഈ സംഖ്യ ഇവിടുത്തെ തന്നെ വന്യജീവി ആക്രമണം തടയാനുള്ള ഫെൻസിങ്ങിനും അതുപോലെ ഇപ്പറഞ്ഞ കെട്ടിടങ്ങളുടെയൊക്കെ സംഗതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കാൻ സാർ. അതുപോലെ തന്നെ ഈ ആട്, പശു ഒക്കെ കർഷകരുടേത് ഇവിടെ അനിമൽ ഡെത്ത് ഉണ്ടാകുന്നത് പലപ്പോഴും സംഭവിക്കുന്നതാണ് സാർ. ഇൻഷുറൻസ് ഇല്ലാത്ത കർഷകർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. ഇപ്പോൾ അട്ടപ്പാടിയിൽ ഇങ്ങനെ പശുക്കൾ മരണപ്പെട്ട സംഭവം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ ഇബ്രാഹിം പറഞ്ഞത്, ഇവിടെ അവരുടെ മണ്ഡലത്തിൽ ഒരു സഹോദരിയുടെ ഒരുപാട് ആടുകൾ 25ഓളം ആടുകൾ മരണപ്പെട്ടപ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നാണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ സർ വഴിയുണ്ടാകണം. ഞങ്ങൾ ഈ വിഷയങ്ങൾ മാത്രം പറയാമെന്ന് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിലും ചില രാഷ്ട്രീയം ഇങ്ങോട്ട് കടന്നു വന്നത് സർ. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിൻ്റെ അന്വേഷണങ്ങളുടെ, റിപ്പോർട്ടുകളുടെ, യോഗങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ
ഒരു ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉയർന്നു വന്ന ഒരു വിമർശനം, ഒരു CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഒരാൾ പറഞ്ഞത് ഇക്കണക്കിന് പോയാൽ നമ്മളെ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നാണ്. അപ്പോഴാണ് എനിക്ക് സഖാവ് AK ബാലൻ മുമ്പ് ഇവർ നവകേരള സദസ്സിന് ഉപയോഗപ്പെടുത്തിയ ബസ് മ്യൂസിയത്തിൽ വെക്കണം എന്ന് പറഞ്ഞത് ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്. ഞാനും ആ അഭിപ്രായത്തെ അടിവരയിടുകയാണ്. കേരളത്തിലെ CPM-ൻ്റെ തകർച്ചയിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ നവകേരള സദസ്സും അതിൻ്റെ പ്രതീകമായ ആ ബസ്സും അതിൻ്റെ ഒരു മ്യൂസിയത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് സർ ഞങ്ങളുടെ അഭിപ്രായം. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ നവകേരള സദസ്സ് ജനം തള്ളുമെന്ന്. എന്തിനേറെ തോമസ് ചാഴിക്കാടൻ നിങ്ങളെ സ്ഥാനാർത്ഥിയാണ്. ജോസ് കെ മാണിയുടെ വിലക്ക് ലംഘിച്ചിട്ട് തോമസ് ചാഴിക്കാടൻ എന്താ പറഞ്ഞത്? എന്നെ മുഖ്യമന്ത്രി പരസ്യമായി കോട്ടയത്ത് വെച്ച് അധിക്ഷേപിച്ചത് എൻ്റെ പരാജയത്തിന് കാരണമായി എന്നാണ്. അപ്പോൾ അവിടെയാണ് ഇനി ഇതുപോലെ എത്ര കേൾക്കാനിരിക്കുന്നു, കേരള കോൺഗ്രസ്സുകാർക്ക് എത്ര കേൾക്കാനിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തൊരു അന്തസ് ഉണ്ടായിരുന്നു, എന്താ അവിടുത്തെ സ്ഥിതി? ശൈലജ ടീച്ചർക്കും ആ ദുരനുഭവമുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. സാർ, ഇവിടെ കഴിഞ്ഞ 8 വർഷമായി തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളതായിരുന്നു സ്ഥിതി. ഇപ്പം എന്താ സ്ഥിതി? എല്ലായിടത്തും രൂക്ഷമായ വിമർശനങ്ങൾ, എല്ലായിടത്തും കമ്മിറ്റി അംഗങ്ങൾ പറയാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റു, അതിന് ലീഗിൻ്റെ മേക്കട്ട് കയറേണ്ട വല്ല കാര്യം എന്താ? ലീഗിൻ്റെ മുഖം മാറി, ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ്. ഞങ്ങൾ വെച്ച രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞില്ലേ? കാഫിർ പോസ്റ്റ് എന്ത് വൃത്തികേടായി കാണിച്ചത് നമുക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് യൂത്ത് ലീഗുകാരൻ കാസിമല്ല എന്ന് പിണറായിന്റെ പോലീസിന് തന്നെ പറയേണ്ടി വന്നു. കാഫിർ പോസ്റ്റിന്റെ പിന്നിൽ ഞങ്ങളല്ലാന്ന്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ ജാതി പോസ്റ്റിലൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? വടകരയുടെ തൊട്ടടുത്ത് കോഴിക്കോട്ടുങ്ങൾ കരീം ഖാനെ വെച്ചപ്പോ ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും രാഘവേട്ടന്റെ കൂടെയായിരുന്നു. അത് രാഷ്ട്രീയമാണ്. നിങ്ങൾ പറയുന്ന ഈ കാഫിർ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയാണ്, എനിക്കങ്ങനെ അഭിപ്രായമില്ല. ഈ ബാക്കി എല്ലാ മണ്ഡലത്തിലും കാസർഗോഡും കണ്ണൂരും അതുപോലെ വയനാടും കേരളത്തിലെ പാലക്കാടും എല്ലാ മണ്ഡലത്തിലും ഈ കാഫിറുകളെ, ഇൻവെർട്ടഡ് കോമ കാഫിറാണ്, നിങ്ങൾ ഉദ്ദേശിച്ച കാഫിറല്ല, ഈ കാഫിറുകളെ വിജയിപ്പിക്കാനാണ് ലീഗ് പ്രവർത്തകന്മാർ രാവില്ലാതെ പകലില്ലാതെ അധ്വാനിച്ചത്. ഇതുപോലുള്ള പല രാഷ്ട്രീയവും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ CM ഇബ്രാഹിമിനെ കോഴിക്കോട്ട് മത്സരിച്ചപ്പോൾ പ്രചരിപ്പിച്ചു എന്ത് 5 നേരം നമസ്കരിക്കുന്ന നല്ല മുസൽമാനാണ്. ഞങ്ങൾക്ക് അഭിപ്രായത്തിൽ അദ്ദേഹം നിസ്കരിച്ചോട്ടെ, പക്ഷെ ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ അവിടെ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന കരുണാകരന്റെ മോൻ മുരളിന്റെ കൂടെയാണ് അന്ന് ഞങ്ങൾ നിന്നത്. ഇപ്പം ഞങ്ങൾക്ക് വലിയ ഉപദേശം, ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടു, ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പോകുന്നു, തീവ്രവാദമാണെന്നൊക്കെ പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ ഉപദേശിക്കുകയാണ്. മുഖ്യമന്ത്രി തൊട്ട് എല്ലാവരും ഇപ്പോൾ ഒരേ ലെവലാണ്. ലീഗിനെതിരെ വിമർശനം. തോറ്റതിന് അരിശം മുഴുവനും ഞങ്ങളോടാണ്. പുത്തലത്ത് ദിനേശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ പോ മോനെ ദിനേശ, അത് പറയാൻ നീ ആയിട്ടില്ല. കാരണം അത് പറയാനായിട്ടില്ല. ലീഗിന് മതേതരത്വം പഠിപ്പിക്കാൻ, ലീഗിന് മതേതരത്വം പറഞ്ഞു തരാൻ നിങ്ങൾ ആരും ആയിട്ടില്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടി അത്തരം നിലപാടുകൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. എന്നും രാജ്യത്തിൻ്റെ മതേതരത്വത്തോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. കാഫിർ പ്രയോഗത്തെക്കുറിച്ച് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ, ഇവിടെ ചോദ്യം വന്നപ്പോൾ മന്ത്രി ഒഴിഞ്ഞു മാറിയല്ലോ, ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ, അത് നേരത്തെ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം അത് എവിടെയാ വന്നതെന്ന്. അത് ആരാണെന്ന് ഉടൻ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകണം എന്നുകൂടി ഇതിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.